ഇന്ന് വിപണി ചുവപ്പില് നിറഞ്ഞു നിൽക്കുമ്പോൾ പൊതുമേഖലാ കമ്പനികളാണ് നഷ്ടത്തിന്റെ പട്ടികയിൽ മുന്നിലെന്ന് പറയാം. ഒരു കാലത്ത് വിപണിയിൽ നിശബ്ദമായിരുന്ന പൊതുമേഖലാ കമ്പനികൾ വെളിച്ചത്തിലേക്ക് ഉയർച്ചയിലേക്കും കടന്നു വന്നിട്ട് നാളുകൾ ഏറെ ആയിട്ടില്ല. എന്നാൽ ഈ പുതുമയും പുകഴും മങ്ങുകയാണോ എന്നാണ് സംശയം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മൾട്ടി ബാഗറായി മാറിയ രണ്ട് പൊതുമേഖല ജലവൈദ്യുത കമ്പനികളാണ് ഇന്നത്തെ മാർക്കറ്റ് പ്രകടനവും അനുബന്ധ വിവരങ്ങളും നമുക്ക് പരിശോധിക്കാം. SJVN ആണ് ഒന്നാമതായിട്ടുള്ളത്. പൊതുമേഖലാ കമ്പനിയായ SJVNന്റെ ഓഹരികൾക്ക് 35 രൂപയിൽ നിന്ന് 170 രൂപയിലേക്ക് എത്തിച്ചേരാൻ 10 മാസത്തിനും താഴെ മാത്രമേ വേണ്ടി വന്നുള്ളൂ. 500% നേട്ടത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. അതെ, ഓഹരി 5 ദിവസത്തിനകം 32% ഇടിവും നേരിട്ട് കഴിഞ്ഞു. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗോട് കൂടി 18% നഷ്ടം ഇൻട്രാഡേയിൽ ഓഹരികൾക്കുണ്ടായി. ഇന്നത്തെ വിപണിയിൽ നിഫ്റ്റി സ്മോൾ ക്യാപ് 100 സൂചികയിൽ ഏറ്റവും അധികം ഇടിവ് നേരിടുന്ന ഒരു ഓഹരിയും SJVN ആണ്. ഇത്രയും അധികം പ്രോഫിറ്റ് ബുക്കിംഗും ഇടിവും ഓഹരികളിൽ ഉണ്ടാകാൻ ഒരു കാരണം പറയുന്നത് മൂന്നാം പാദഫലങ്ങളിലെ ഒരു പ്രകടനമാണ്. SJVN വൈദ്യുതി ഉൽപാദന ബിസിനസ്സിലും ജലവൈദ്യുത പദ്ധതികൾക്കും കൺസൾട്ടൻസി നൽകുന്ന ഒരു ബിസിനസ്സിലും ഏർപ്പെട്ടിട്ടുണ്ട്. ഇനി മൂന്നാം പാദഫലങ്ങളിലേക്ക് കടക്കാം. സർക്കാർ ഉടമസ്ഥയിലുള്ള SJVN ലിമിറ്റഡിന്റെ നെറ്റ് പ്രോഫിറ്റ് 51% ഇടിവോടെ 138.97 കോടി രൂപയായി. 2022 ഡിസംബർ 31 അവസാനിച്ച പാദത്തിൽ അതിന്റെ നെറ്റ് പ്രോഫിറ്റ് 287.42 കോടി രൂപയായിരുന്നു. ഡിസംബർ പാദത്തിലെ വരുമാനം കുറഞ്ഞത് തന്നെയാണ് ലാഭത്തിലും ഇടിവുണ്ടാകാനുള്ള ഒരു കാരണം. മൊത്തം വരുമാനം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ 711.24 കോടി രൂപയിൽ നിന്ന് 607.72 കോടി രൂപയായി കുറഞ്ഞു. 15.6% ഒരു ഇടിവാണ് ഡിസംബറിൽ അവസാനിച്ച മൂന്നാം പാദത്തിൽ ഉണ്ടായത്. ഇതേ കാലയളവിൽ കമ്പനിയുടെ സാമ്പത്തിക ചെലവ് അല്ലെങ്കിൽ ഒരു ഫൈനാൻസ് കോസ്റ്റ് നോക്കിയ 122.37 കോടി രൂപയായിരുന്നു രേഖപ്പെടുത്തിയത്. വാർഷികാടിസ്ഥാനത്തിൽ 16.24% ഒരു ഇയർ ഓൺ ഇയർ വർധനവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ അവലോകന കാലയളവിൽ ജീവനക്കാരുടെ ആനുകൂല്യ ചെലവുകൾ 6.94% കുറഞ്ഞു. 65.48 കോടി രൂപയായിട്ട് അത് രേഖപ്പെടുത്തി. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം കഴിഞ്ഞ വർഷം ഇതേ പാദത്തിലെ 551.99 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 1.57% ഇടിഞ്ഞ് 543.31 കോടി രൂപയായി. നികുതിക്ക് മുമ്പുള്ള ലാഭം മുൻ വർഷത്തെ ഇതേ പാദത്തെ അപേക്ഷിച്ച് 39.65% ഇടിഞ്ഞ് 199.45 കോടി രൂപയായി. മൂന്നാം പാദത്തിൽ കമ്പനി 24.99 കോടി രൂപയുടെ ഒരു എക്സെപ്ഷണൽ ലോസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും മറ്റൊരു തിരിച്ചടിയായി എന്ന് പറയാം. സാമ്പത്തിക വർഷത്തെ ഇതുവരെയുള്ള ഒരു 9 മാസത്തെ അടിസ്ഥാനത്തിൽ കമ്പനികളുടെ നെറ്റ് പ്രോഫിറ്റ് മുൻ വർഷത്തെ ഇതേ കാലയളവിൽ അപേക്ഷിച്ച് 36.63% ഇടിഞ്ഞ് 850.36 കോടി രൂപയായി. സമാന കാലയളവിൽ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം വർഷം തോറും 13.88% കുറഞ്ഞ് 2096.46 കോടി രൂപയായി. ഇനി SJVN ഓഹരിയുടെ കാര്യങ്ങൾ പരിഗണിക്കാം. 35 രൂപയിൽ നിന്ന് 170 രൂപയിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നൽകിയത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു എക്സ്പെൻസീവായ മറ്റൊരു പൊതുമേഖല ഓഹരി എന്ന് സംശയം പറയാം. അതിനാൽ തന്നെ ഉയർന്ന ഓഹരി വിലയോട് ചേർത്ത് വെക്കാനാകാത്ത പാദഫലങ്ങളോടും ഒരു അഗ്രസീവായിട്ടാണ് വിപണി പ്രതികരിക്കുന്നത്. ഇന്നത്തെ 18% ഇടിവ് ഉൾപ്പെടെ ഏതാനും ദിവസങ്ങളിലെ താഴ്ചകൾക്ക് കാരണം അതാണ്. ഫെബ്രുവരി 9 വെള്ളിയാഴ്ച വിപണി സമയം അവസാനിച്ചതിന് ശേഷമാണ് ഫലങ്ങളെല്ലാം പുറത്തു വന്നിരുന്നത്. നിലവിൽ 20% ഇടിവോടെ 112 രൂപയിലെ വ്യാപാരം നടത്തുന്നത്. രണ്ടാമതായിട്ട് വരുന്ന NHPC ആണ്. ഇന്ന് ഇടിവ് നേരിടുന്ന മറ്റൊരു പൊതുമേഖലാ കമ്പനി. PSE സൂചികയിൽ ഏറ്റവും അധികം ഇടിവ് നേരിടുന്ന ഒരു മിനി രത്ന കമ്പനി, അതാണ് NHPC. ഇന്ത്യൻ സർക്കാരിന്റെ മുൻനിര ജലവൈദ്യുത ഉൽപാദന കമ്പനിയാണ്. വിവിധ പവർ യൂട്ടിലിറ്റികളിലേക്ക് ബൾക്ക് പവർ ഉൽപ്പാദിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനുമായിട്ടാണ് കമ്പനി പ്രാഥമികമായിട്ട് ഏർപ്പെട്ടിരിക്കുന്നത്. പ്രൊജക്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റുകൾ, കൺസൾട്ടൻസി, അസൈൻമെന്റ് സേവനങ്ങൾ, പവർ ട്രേഡിംഗ് എന്നിവ നൽകുന്നതാണ് മറ്റ് ബിസിനസ് ആയിട്ട് വരുന്നത്. 9% ഇടിവാണ് NHPC നേരിടുന്നത്. മിഡ് ക്യാപ് സൂചികയിൽ ടോപ്പ് 5 ലോസേഴ്സിൽ ഈ പൊതുമേഖല ഓഹരിയുമുണ്ട്. ഇന്ന് മൂന്നാം പാദഫലങ്ങൾ കടന്നു വരാനിരിക്കെ SJVNന്റെ സമാനമായ സ്ഥിതി NHPCയും രേഖപ്പെടുത്തുമോ എന്നതാണ് നിക്ഷേപകരെ ഒരു ആശങ്കയിലാഴ്ത്തുന്നതെന്ന് പറയാം. 2 ഇരട്ടിയോളം ഉയർച്ച കഴിഞ്ഞ 10 മാസങ്ങൾക്കിടയിൽ ഓഹരികൾ നൽകിയിട്ടുണ്ട്. 115.85 എന്നൊരു 52 ആഴ്ചയിലെ ഉയരത്തിനു ശേഷം ഇപ്പോൾ ഓഹരികൾ 90 രൂപയിലും താഴെയൊക്കെയാണ് ഇടിഞ്ഞിരിക്കുന്നത്. SJVNന് സമാനമായ ഒരു പാദഫലമാണ് NHPCക്കും നൽകാനുള്ളതെങ്കിൽ ഇടിവ് വരും ദിവസങ്ങളിലും തുടർന്നേക്കാം. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയിലുണ്ടായ ഒരു ശക്തമായ വർധനവാണ് NHPC, SJVN എന്നിവയുടെ ഒരു മൾട്ടി ബാഗർ റിട്ടേണുകൾക്ക് കാരണമായത്.
കോവിഡ് നിയന്ത്രണവും ആഘാതവും ലഘൂകരിച്ചതിന് ശേഷവും വൈദ്യുതി ആവശ്യകത വളരെ ശക്തമായിട്ട് ഉയർന്നിരുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ കുത്തനെ ഉയർന്ന രാജ്യത്തെ വൈദ്യുതി ആവശ്യം 2025 സാമ്പത്തിക വർഷത്തിലും ഉയർന്നു തന്നെ നിലനിൽക്കാനാണ് സാധ്യത. ഉത്സവ സീസണിന്റെ ഒരു പശ്ചാത്തലത്തിൽ നവംബർ മാസത്തിലും ഉയർന്ന ഡിമാൻഡാണ് ഉണ്ടായത്. പവർ ഡിമാൻഡ് ഉയർന്നതിനൊപ്പം പുനരുൽപാദന വൈദ്യുത ശേഷിയിലും കമ്പനികൾ വൻതോതിൽ നിക്ഷേപം നടത്തുന്നതിനും വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരത്തിൽ ഫണ്ടമെന്റൽ ഘടകങ്ങൾ ശക്തമാണെങ്കിലും ഉയർന്ന വാല്യുവേഷൻ തന്നെയാണ് വില്ലനായിട്ട് വരുന്നത്. ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് VK വിജയകുമാർ സൂചിപ്പിക്കുന്നതും വാല്യുവേഷൻ ഉയർന്നു നിൽക്കുമ്പോൾ ഏതൊരു ചെറിയ അശുഭ വാർത്തകളും വിപണിയെ താഴേക്ക് കൊണ്ടുവരാൻ ബെയറുകൾ ഉപയോഗിക്കും എന്നത് തന്നെയാണ്. നിലവിൽ 10% ഇടിവോടെ 86 രൂപയിലാണ് വ്യാപാരം നടത്തുന്നത്.